அரசே உலகம் வெல்லார் உழறிய நீயோ இளவிடியா தோறு தலையோடாயி உலகம் வெல்லார் உழறிய நீயோ இளவிடியா தோறு தலையோடாயி ஆத்மவித்யாலயமே വിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം ഇല്ല ജാതികൾ വിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം മന്നവനാട്ടെ രാജകനാട്ടെ മന്നവനാട്ടെ രാജകനാട്ടെ പന്നിടുമൊടുവിൽ മഞ്ജിത നടുവിൽ മന്നവനാട്ടെ രാജകനാട്ടെ പന്നിടുമൊടുവിൽ മഞ്ജിത നടുവിൽ ആത്മവിദ്യാലയമേ വിദ്യാലയമേ. ആരാ? സത്യകീർത്തി എന്തിനിവിടെ വന്നു? തിരുമേനിയെ ഒന്ന് കാണാൻ. അവസാനം ഈ ചുടുകാട്ടിലാണോ വന്നു ചേർന്നത്? ഞാൻ മാത്രമല്ല, ഇന്നല്ലെങ്കിൽ നാളെ സകലരും ഇവിടെ തന്നെ വരും. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, അവര് അന്ത്യവിശ്രമത്തിനും ഞാൻ ജീവിതം തുടരാനും. ചെങ്കോല് പിടിച്ചിരുന്ന ഈ കൈകളാണോ ശവശരീരങ്ങളെ ദഹിപ്പിക്കുന്നത്? സ്വർഗീയ സുഖം നിറഞ്ഞ അരമനയിൽ കഴിഞ്ഞിരുന്ന അങ്ങ് ഭൂതപ്രേതങ്ങൾ നിറഞ്ഞ ഈ നരകത്തിലാണോ താമസം? ഇത് നരകമല്ല, ഇവിടമാണ് മഹേശ്വരിന്റെ താണ്ഡവരംഗം. കഷ്ടപ്പെടുന്നവന്റെ കണ്ണുനീര് കാണാനാണ് ഈശ്വരനും ആഗ്രഹിക്കുന്നത്. ഒരിക്കലുമല്ല, കണ്ണുനീരിൽ കൂടി ജീവിതമെന്ന് പഠിപ്പിക്കാനാണ് ആ മഹാശക്തി മുതിരുന്നത്. ഈ കൂരിരുട്ടിലും സത്യത്തിന്റെ വെളിച്ചം എനിക്ക് ആശ്വാസം തരുന്നുണ്ട്. സത്യകീർത്തി, ഓരോ നിങ്ങൾ എവിടെ നിൽക്കുന്നത് എന്റെ യജമാൻ ഇഷ്ടപ്പെടുകയില്ല. ഞാനും അങ്ങയുടെ കൂടെ കഴിഞ്ഞോളാം. പാടില്ല സത്യകീർത്തി, പോകൂ. തിരുവേണി,
കൈകൊണ്ട് ശവദാഹം നടത്താൻ കാത്തിരുന്ന ഈ അമ്മ കത്തികർമ്മം നടത്താനാണല്ലോ അവിടെ വന്നത്. നിമിഷത്തിനുള്ളിൽ നിന്റെ ജഡവും വെച്ച് ചമ്മലാകും. നിന്നെ നാലും ചോമനിച്ച് വളർത്തിയ ഈ അമ്മയെ മറക്കരുത്. ഈ അർദ്ധരാത്രി സമയത്ത് ഈ ചുടുകാടിൽ എന്ത് കാര്യം? ആരുടെ അനുവാദത്തോടെ ഇവിടെ കയറി? ചുടുകാട്ടിൽ വരാനും അനുവാദം വേണമെന്ന് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണോ ഭാവം? കടപ്പുകളൊന്ന് ഞാൻ പൊയ്ക്കുള്ള ഈ കുഞ്ഞിനെ ഒന്ന് ദഹിപ്പിച്ചിട്ട. ദഹിപ്പിക്കൂ. ഈ ശ്മശാനത്തിലെ സകല ചട്ടങ്ങളും അതിലംഘിച്ച് ഇവിടുത്തെ സൂക്ഷിപ്പുകാരനെ പോലും കബളിപ്പിച്ച് ശവദാഹം നടത്തുവാൻ വന്ന നീ മഹാകളിയാണ്. പോവടി. അറിയാതെ വന്നുപോയി. മാപ്പ് തരണേ. ഈ കർമ്മം ഒന്ന് നടത്തിക്കൊള്ളട്ടെ. സാധ്യമല്ല. കൂറ്റാക്കൂറ്റിരുട്ടത്ത് ഇവിടെ വന്നു കയറി വേണ്ടുന്ന പണവും വസ്ത്രവും തരാതെ തന്റെ യജമാനെ കബളിപ്പിക്കാൻ വന്ന ഭയങ്കരി കൊണ്ടുപോയി തന്നെ. ഞാൻ എവിടെ കൊണ്ടുപോകും? എവിടെയെങ്കിലും. അയ്യോ, ഒരു മാറി ചെയ്യണേ. എടുക്കാനല്ലേ പറഞ്ഞേ? ഞാൻ അവസാനമായി പറയുന്നു, എടുക്ക. ആദ്യ ബ്രാഹ്മണർ പോലും തൊടാൻ മടിക്കുന്ന ഈ തങ്കസ്ഥലത്തെ ഈ ചുടുകാട്ടിലെ പറയാൻ എടുത്തറിയേണ്ടി ഞാൻ പറയാനും സൂര്യകുല ദൈവങ്ങളായ മഹാരാജാക്കന്മാരുടെ വംശപരമ്പരയിൽപ്പെട്ട ഞാൻ പറയണം. രാജ്യവും രാജ്യലബ്ധിക്കും വേണ്ടി സത്യത്തിന്റെ മുമ്പിൽ നിസ്സാരമെന്ന് കരുതി ഒടുവിൽ ഈ ശ്മശാനത്തിന്റെ കാവൽക്കാരനാകേണ്ടി വന്ന ഞാൻ പറയണു. ക്ഷത്രിയ കുലജാതനായ ഞാൻ പറയണു. ഐശ്വര്യവും സമൃദ്ധിയും ദേവനൃത്തം ചെയ്തിരുന്ന ഒരു മഹാരാജ്യത്തിന്റെ അധിപനായ ഞാൻ പറയണു. സ്ത്രീയെ, ഈ ചുടുകാടിന്റെ ഉടമസ്ഥൻ വീരബാഹുവാണ്. ഓരോ ശമദാഹത്തിനും ഒരു വസ്ത്രവും ഒരു പണവും നാഴി അരിയുമാണ് പ്രതിഫലം. ഞാൻ ഒരു ഗതിയും ഇല്ലാത്തവളാണ്. സൗജന്യം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. ശവം എടുത്തുകൊണ്ട് പോകൂ. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് തുണയ്ക്കാരുമില്ലേ? ഇല്ല. ഞാൻ വെറും ഒരടിമ. പണവും വസ്ത്രവും തന്നേ തീരൂ. നാഴി അരി ഞാൻ ഉപേക്ഷിക്കാം. അത് എനിക്കുള്ളതാണ്. അതിനുപോലും എനിക്ക് നിവൃത്തിയില്ല. ഒരേഴയ്ക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്താൽ നിങ്ങളുടെ യജമാനൻ ഒരിക്കലും കോപിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. പോകൂ. യാചിച്ചെങ്കിലും ഇത്രയും കൊണ്ടുവരും. അയ്യോ, ഈ പാതിരാത്രിയിൽ ഞാൻ എങ്ങോട്ട് പോകും? ആരെനിക്ക് വെച്ചു നൽകും? വിൽക്കാൻ പോലും എനിക്ക് യാതൊന്നുമില്ല. നിൽക്കാൻ യാതൊന്നുമില്ലേ? ഇല്ല. നിന്റെ കഴുത്തിൽ കിടക്കുന്ന എണ്ണം പറിച്ച താലി ഞാൻ കാണുന്നില്ലെന്നോ? സ്വന്തം മകന്റെ ശേഷക്രിയക്ക് പോലും ആ ആഭരണം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലാത്ത നീ ഒരു മാതാവോ? ദുഷ്ട. ദൈവമേ,
ചന്ദ്രമതി, രോഹിണ മരിച്ചോ? നീ മരിച്ചോ മോനെ? ഈ മഹാഭാവിയെ അച്ഛനെ കാണണ്ടെന്ന് കരുതിയാണോ ഇഹലോകവാസം വരുന്നത്? നീ ഞങ്ങളുടെ സർവസ്വമായിരുന്നില്ലേ ദൈവമേ? അങ്ങെന്തിനി ദീപമണച്ചു കളഞ്ഞു? പൊന്നോമനെ, ഈ പാപിയുടെ ജീവൻ എടുത്തുകൂടായിരുന്നു അങ്ങേക്ക്? പട്ടുപട്ടയിൽ കിടന്നിരുന്ന നിന്നെ പട്ടടയിലേക്ക് വലിച്ചെറിഞ്ഞ ഘാതകനാണ് ഞാൻ. അമ്മ തൊട്ടിൽ കിടന്നിരുന്ന നിന്നെ സത്യത്തിനു വേണ്ടി കുരുതി കൊടുത്ത കാപാലികനാണ് ഞാൻ. എന്റെ മകനെ, ഈ അച്ഛന് മാപ്പ് തരൂ. കുഞ്ഞെ, നീ ഒരു വാക്ക് ഉച്ചരിക്കൂ. കണ്ണു തുറന്ന് നീ എന്നെ അച്ഛാ എന്നൊന്ന് വിളിക്കൂ. മകനെ, സത്യമേ, നീ കണ്ണു തുറന്നൊന്ന് നോക്കൂ. നിന്നെ ബലിക്കല്ലിൽ ചെഞ്ചോറ് ചിന്തിയ പിഞ്ചു പൈതലാണ് ഈ കിടക്കുന്നത്. ധർമ്മമേ, അന്ത്യനിമിഷം വരെ നിന്റെ പാട്ടുപാടി തളർന്ന പൂങ്കുയിലാണ് ഈ കിടക്കുന്നത്. പ്രപഞ്ചമേ, നിന്റെ ക്രൂര പരീക്ഷണങ്ങളിൽ ഞെട്ടറ്റുപോയ ഊമട്ടാണ് ഈ കിടക്കുന്നത്. രോഹിത, ആറ്റുനൂറ്റുണ്ടായ എന്റെ പൊന്നു കുഞ്ഞെ, എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത്. ഈ അയോധ്യയിലെ രാജാവായി ലക്ഷക്കണക്കിന് തിങ്ങിക്കൂടി നിൽക്കുന്ന പ്രജകൾ ഹർഷാരവം മുഴക്കുമ്പോൾ എന്റെ കൈകൾ കൊണ്ട് നിന്റെ ശിരസിൽ കിരീടമണിയിക്കുവാൻ കാത്തിരുന്നവരാണ് ഞാൻ. അവസാനം ഈ ജഡം കാണുവാനാണല്ലോ ഇടയായത്. ദൈവമേ, നിൽക്കവിടെ. ഈ ചുടുകാട്ടിൽ അനുവാദം കൂടാതെ കയറിയ നീ ശിക്ഷാർഹയാണ്. ഹരിചന്ദ്ര, ഇവളെ വധശിക്ഷയ്ക്ക് വിധേയയാക്കൂ. വധശിക്ഷയോ? വധിക്കയോ? ഇതാ വാൾ പിടിക്കൂ. എടാ, നീ എന്റെ അടിമയാണ്. എന്റെ ഏതാജ്ഞയും അനുസരിക്കാമെന്നുള്ള കരാറിലാണ് നിന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങിയത്. ഇതാണോ നിന്റെ പ്രതിജ്ഞ? എന്റെ പ്രതിജ്ഞ? എന്റെ പ്രതിജ്ഞ? ഇല്ല, ഞാനത് ലംഘിക്കുകയില്ല. എന്നാൽ ഉടൻ ശിക്ഷ നടത്തിയിട്ട് എന്നെ അറിയിക്കൂ. പ്രിയേ, നിന്നെ ഞാൻ കൊല്ലുകയോ? വരണമാലയിട്ട കൈകൊണ്ട് എന്റെ ആത്മദാസിയെ കൊല്ലുകയോ? പ്രാണേശ്വര, സത്യത്തെക്കാൾ വലുത് ഈ ലോകത്തിൽ യാതൊന്നുമില്ലെന്ന് അങ്ങല്ലേ എന്നെ ഉപദേശിച്ചത്. എന്നെ നിഗ്രഹിച്ച് അങ്ങയുടെ സത്യം പാലിക്കുക. ചന്ദ്രമതി, നമ്മുടെ കുഞ്ഞിന്റെ ജഡം ദഹിച്ചു തീരുന്നതിന് മുൻപ് തന്നെ എന്റെ ജീവന്റെ ജീവനായ നിന്നെ സത്യത്തിനു വേണ്ടി എനിക്ക് ഹോമിക്കേണ്ടി വന്നല്ലോ. പ്രിയേ, എന്റെ അപരാധം പൊറുക്കണേ. നിന്റെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചു കൊള്ളുക. അങ്ങല്ലാതെ എനിക്ക് ഇഷ്ടദൈവമേത്? ഭഗവാൻ, അടുത്ത ജന്മത്തിലും എന്റെ ആത്മനാഥന്റെ ചെവിടുകളിൽ ചേർക്കണേ. ഈ വിശ്വമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമേ, സർവചരാചരങ്ങളിലും അന്തർലീനമായിരിക്കുന്ന അധ്യാത്മ ജ്യോതിസ്, നിന്റെ സന്നിധാനത്തിൽ ഞാനിതാ എന്റെ ജീവിതേശ്വരിയെ സമർപ്പിക്കുന്നു. ഭഗവാനെ, എന്റെ കൈകൾ തളരാതെ, എന്റെ മനസ്സ് പതറാതെ ഈ ശിക്ഷ നടത്തുവാനുള്ള ശക്തി എനിക്ക് തരണമേ. സത്യമേ ധർമ്മം, സത്യമേ ധർമ്മം, സത്യമേ ദൈവം. ഹരിചന്ദ്ര, ഭാവക, നീ എന്തിനാണ് ഭാവിക്കുന്നത്? എന്റെ സത്യം രക്ഷിക്കാൻ. അഗ്നിസാക്ഷിയായി സ്വീകരിച്ച നിന്റെ ഭാര്യയെ വധിക്കുന്നതാണോ നിന്റെ ധർമ്മം?
മനുഷ്യ സൃഷ്ടിയിലുള്ള സർവബന്ധങ്ങളും സത്യത്തിന് താഴെയാണ്. അവിടുന്ന് എന്നെ തടയരുത്. നീ ഇവളെ വധിക്കരുത്. നിന്റെ രാജ്യവും സിംഹാസനവും ഞാൻ തിരിച്ചു തരാം. തിരിച്ചു വാങ്ങാനല്ല ദാനം ചെയ്തത്. ഉച്ചകരണം പൊഴിക്കുന്ന സൂര്യബിംബം മഞ്ഞുകെട്ട പൊഴിച്ചാലും, അത്യഗാധമായ സമുദ്രം വറ്റിവരണ്ട മരുഭൂമിയായാലും, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും പൊട്ടിത്തകർന്ന് നിലപതിച്ചാലും ഈ ഹരിശ്ചന്ദ്രൻ സത്യം ലംഘിക്കുകയില്ല.